ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാബു വസ്ലിൽ മയ്യിത്തി വ തക്ഫീനിഹി. മയ്യത്തിനെ കുളിപ്പിക്കണമെന്നും കഫൻ ചെയ്യണമെന്നും പറയണ ബാബ്. മറജിലെ ലാസ്റ്റ് പറയാം ഇൻഷാ അല്ലാഹ്. ഹൽ ഫസ്ലുൽ അവ്വലു അൻ ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത്. ഉമ്മു അത്തിയ്യ ബി പറയാണ്, ദഖല അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ മുത്തനബി ഞങ്ങളുടെ ഹദറത്തിലേക്ക് കയറി വന്നു. വനഹനു നഗ്സിലു ഇബ്നതഹു. ഞങ്ങൾ മുത്തനബിൻ്റെ മോളെ മയ്യത്ത് കുളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഖാല തങ്ങൾ പറഞ്ഞു, യഗ്സിൽനഹാ, അവളെ നിങ്ങൾ കുളിപ്പിക്കണം. സലാസൻ ഔ ഹംസൻ ഔ അക്സറ മിൻ ദാലിക. ഒന്നുകിൽ 3 വട്ടം ആകെ കുളിപ്പിക്കുക, അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 5 വട്ടം, അല്ലെങ്കിൽ പിന്നെ 7 വട്ടം, ഇങ്ങനെ ഒറ്റ സംഖ്യ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഇൻ റഅയ്തുന്ന ദാലിക, നിങ്ങൾക്ക് ഇങ്ങനെ 5ഓ 7ഓ ഒക്കെ വേണം അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിയണം. ബിമാ ഇംബസിദിരിൻ, പച്ചവെള്ളവും താളിയും ചേർത്തിട്ട് കഴുകണം. വജ്അൽന, നിങ്ങൾ ആക്കണം. ഫിൽ ആഹിറത്തി, ലാസ്റ്റ് തവണയിൽ ആക്കണം. കാഫൂറൻ, വെള്ളത്തിൽ കർപ്പൂരവും ആക്കണം. അല്ലെങ്കിൽ റസൂൽ ഷൈഅൻ മിൻ കാഫൂർ എന്നാ പറഞ്ഞത്, കർപ്പൂരത്തിൽ നിന്നുള്ള ഷൈഇനെ ആക്കണം. ഫൈദ പറത്തുന്ന, അങ്ങനെ നിങ്ങൾ കുളിപ്പിക്കലിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഫആദിന്നനി, നിങ്ങൾ എനിക്ക് വിവരം തരണം. ഫലമ്മ ഫറഗ്ന, അങ്ങനെ ഞങ്ങൾ കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോൾ ആദന്നാഹു, നബി തങ്ങൾക്ക് ഞങ്ങൾ വിവരം കൊടുത്തു. വാൽക്കൈന ഇലൈന, നബി തങ്ങൾ ഞങ്ങളിലേക്ക് ഇട്ടു തന്നു. എന്തിനെ? പിന്നെ എന്തിട്ടെന്നോ? ഫാൽക്കായിലേന, ഞങ്ങളിലേക്ക് തങ്ങൾ ഇട്ട് തന്നു. ഹിക്കുബഹു, തങ്ങളുടേതായിരിക്കുന്ന ആ ഉള്ളിലിട്ടിരിക്കുന്നതായ ധരിച്ചിരുന്ന വസ്ത്രം, ബനിയൻ പോലെ ധരിക്കുന്ന ഉള്ളുവസ്ത്രം ഞങ്ങൾ തന്നു. വറക്കത്തുണ്ടാനേ, മുത്തനബിൻ്റെ ശരീരത്തിട്ട് വസ്ത്രമല്ലേ, അതിൻ്റെ വറക്കത്ത് കിട്ടിക്കൊണ്ടിട്ട്. ഫക്കാല, തങ്ങൾ പറഞ്ഞു, അഷ്ഇർനഹ ഇയ്യാഹു, ഇതിനെ എൻ്റെ മോൾക്ക് നിങ്ങൾ ഒരു അടയാളമാക്കി വെക്കണം. ഒഫീരിവായത്തിന് മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണുള്ളത്, യഗ്സിൽനഹ, ആ മോളെ നിങ്ങൾ കുളിപ്പിക്കണം. വിത്രൻ, ഒറ്റ സംഖ്യയും കൊണ്ട്. സലാസൻ, ഒന്നുകിൽ 3, ഔ ഹംസൻ അല്ലെങ്കിൽ 5, ഔ സബൻ അല്ലെങ്കിൽ 7, ഇങ്ങനെ. വബുദഇന ബിമയാമിനിഹ, അവളുടെ വലഭാഗം കൊണ്ട് നിങ്ങൾ തുടങ്ങണം. മവാദിഅൽ വുളൂഇ മിന്ന, അവളിൽ നിന്ന് വുളൂഇൻ്റെ മലകളെ കൊണ്ട് തുടങ്ങണം. വക്കാലത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മു അത്തിയ്യ ബി പറയാണ്, ഫളഫർന ശഅറഹ, മുടിയെ ഞങ്ങൾ ഇങ്ങനെ മുടഞ്ഞിട്ടു. സലാസത ഖുറൂനി, 3 മുടച്ചിലുകളായി കൊണ്ട്. വൽക്കൈനഹ, 3 കൂടി ഞങ്ങൾ ഇട്ടു. ഹൽഫഹ, ബാക്ക് ഞങ്ങൾ ഇട്ടു. മുത്തഫഖുൻ അലൈഹി. മുടി മുടഞ്ഞൊക്കെ സുന്നത്തൊക്കെ ഉണ്ട്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത്, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഫിന, നബി തങ്ങൾ കഫൻ ചെയ്യപ്പെട്ടു. ഫി സലാസത്തി അസ്വാബിൻ യമാനിയത്തിൻ, യമാനിയതായിരിക്കുന്ന 3 വസ്ത്രത്തിലായി കൊണ്ട്. ബീദിൻ, വെളുത്തതായ. സഹൂരിയത്തിൻ, സഹൂരിയായ, അഥവാ കോൽക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ വെച്ചാൽ അവർ സഹൂൽ എന്ന് പറഞ്ഞത് ഒരു ഗ്രാമമാണ്, അവിടുന്ന് വരുന്ന വസ്ത്രമാകുമ്പോൾ സഹൂലിയ എന്നാണ്. പിന്നെ മിൻ കുറുസുഫിൻ, കുറുസുനാലാണത്, അഥവാ പിന്നെ ഇത് നിറച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു പഞ്ഞിയെ, ഉള്ളിൽ പഞ്ഞി അരച്ചിക്കണ്. പിന്നെ ലൈസ ഫീഹ കമീസുൻ, ആ 3 നീളം കുപ്പായം പെടൂല. വല ഇമാദ്, തലപ്പാവും പെടൂല. മുത്തഫഖുൻ അലൈഹി. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കഫന അഹദുകും അഖാഹു, നിങ്ങൾ ഒരാൾ തൻ്റെ സഹോദരനെ കഫൻ ചെയ്യുകയാണെങ്കിൽ, ഫല്യുഹ്സിൻ കഫനഹു, അവൻ്റെ കഫൻ പുടവേ നല്ല മഞ്ചാക്കട്ടെ.
ഏതെങ്കിലും ഖേറതുനെടുത്തുങ്ങാണ്ട് കെട്ടി പോതിയരുത്. പിന്നെ റവാഹു മുസ്ലിം. പിന്നെ عن عبد الله بن عباس رضي الله عنهما أنه قال إن رجلا كان مع النبي صلى الله عليه وسلم മുത്തനബിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അയാൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകമത്തെ താഴേക്ക് തള്ളി വീഴ്ത്തി. ഒരു മുൻ അദ്ദേഹം ഇഹ്റാമിലായിരുന്നു ആ സമയത്ത്. മാത്താ മനുഷ്യൻ മരിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്സിലുഹു അലങ്ങൾ കുളിപ്പിച്ചോളി ബിമാഇൻ വസദിരിൻ താളിയും വെള്ളവും ചേർത്തിട്ട് കുളിപ്പിച്ചോളി. കഫിനുഹു ഫി തൗബൈഹി അയാൾ ഇഹ്റാമിൽ ധരിച്ച 2 വസ്ത്രമല്ലേ ആ വസ്ത്രത്തിൽ തന്നെ കഫവും ചെയ്തോളി. തമസ്സൂഹു ബിതീബിൻ സുഗന്ധം നിങ്ങൾ അയാളെ സ്പർശിക്കരുത്. വലാ തുഹമ്മിറു റഅസഹു തല മൂടുകയും ചെയ്യരുത്. ഫഇന്നഹു യുബ്അസു യൗമൽ ഖിയാമത്തി മുലബ്ബിയാ നാളെ മഹ്ശറിൽ അയാൾ എങ്ങനെ വരിക എന്നറിയോ? തെൽബിയത്ത് ചെല്ലുന്നതിനായിട്ടായിരിക്കും അന്ത്യനാളിൽ അദ്ദേഹം പുനർജന്മം നൽകി അയക്കപ്പെടൽ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹി വസനദു ഹദീസ് ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ പറയും. എന്താണ് ആ ഹദീസ് തുടക്കം എന്നറിയോ? ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ എന്നാണ് ആ ഹദീസിൻ്റെ തുടക്കം. അത് നമ്മൾ പറയും ഇവിടെ ഫി ബാബി ജാമിഉൽ മനാഖിബ് എന്ന ബാബിൽ പറയും ഇൻഷാ അല്ലാഹു തആല. പിന്നെ രണ്ടാമത്തെ ഫസ്ലാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ് നിങ്ങൾ വസ്ത്രത്തിൽ നിന്ന് വെള്ള ധരിക്കണേ. ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും ഈ വെള്ള എന്ന് നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ഹൈറായതിൽ പെട്ടതാണ്. വകഫിനു ഫിയ മൗതാക്കും നിങ്ങൾ മരിച്ചവരെ നിങ്ങൾ വെള്ളയിൽ കഫൻ ചെയ്യണേ. വമിൻ ഖൈരി അക്ഹാരിക്കും നിങ്ങളുടെ കുഹലുകളിൽ ഏറ്റവും സുർമളിൽ ഏറ്റവും ഹൈറായതിൽ പെട്ടതാണ് ലിസ്മസു അഞ്ഞണക്കല്ല് കൊണ്ടുള്ളത്. ഫഇന്നഹു യുംബിത്തുഷാറ നിശ്ചയമായിട്ടും അത് മുടിയെ മുളപ്പിക്കുകയും വെജുൽ ബസറ കാഴ്ചക്ക് നല്ല തിളക്കമുണ്ടാക്കുകയും ചെയ്യും. റവാഹു അബൂ ദാവൂദ് തിർമിദിയോ റവ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇലാ മൗതാക്കും വരെ. വഅൻ അലി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല പിന്നെ അലി റളിയല്ലാഹു അൻഹു പറയാണ് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ലാ തുആലു ഫിൽ കഫനി കഫൻ പുടവയിൽ നിങ്ങൾ മുന്തിയത് വാങ്ങാൻ പോകുന്നു വേണ്ട. മീറ്റർ എന്താ വില? അത് 200 റുപ്യ. അതോ അത് 850 റുപ്യ മീറ്ററിന്. എന്നാൽ അതിനെ പിടിച്ചോ പറഞ്ഞത്. അങ്ങനെ മുന്തിയ വില നോക്കി എടുക്കൊന്നും വേണ്ട. ഇന്നഹു ഇസ്ലബു സലിബൻ സരിയാ അത് പെട്ടെന്നുള്ള ഊരെടുക്കപ്പെടുന്നതാണ്. എന്നൊക്കെ അവർക്കാണ് എത്തിയപ്പോൾ തന്നെ എന്ത് ചെയ്യും? തിന്നുണ്ടോല്. റവാഹു അബൂ ദാവൂദ വൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ടവർ ലമ്മ ഹദറഹുൽ മൗത്തു മഹാനർക്ക് മരണം ആസന്നമായപ്പോൾ ദാമുപർ കൊണ്ടുവരാൻ പറഞ്ഞു. ബിസിയാബിൻ ജുദുദിൻ പുതിയ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞു. ഫൽബിസഹ മൂപ്പരതങ്ങണിഞ്ഞു. സുമ്മകാല പിന്നെ മഹാന് പറഞ്ഞു സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു റസൂലുള്ള പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ മയ്യിത്തു യുബ്അതു ഫീ സിയാബിഹില്ലദീ യമൂതു ഫീഹാ ഏത് വസ്ത്രത്തിൽ കടന്നുകൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ ആ വസ്ത്രത്തിൽ തന്നെ മനുഷ്യനെ കബറിൽ നിന്ന് ബഅത്ത് ചെയ്യുമെന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. റവാഹു അബൂ ദാവൂദ. ശരി. وعن عبادة بن الصامت رضي الله عنه عن رسول الله صلى الله عليه وسلم قال رسول الله പറഞ്ഞു ഖൈറുൽ കഫനി കഫൻ പുടവയിൽ കൂട്ടത്തിൽ ഏറ്റവും നല്ല കഫൻ പുട അൽ ഹുല്ലത്തു അത് വസ്ത്രമാ എന്താണ് ഒരു ഹുല്ലയാണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ്റെ പിന്നെ ശരീരത്തിലാകെ മൂടാവുന്നൊരു വസ്ത്രം എന്ന് വെച്ചാൽ ഒരു തുണി ഒരു തട്ടുമൊക്കെ. പിന്നെ ഖൈറുൽ ലഹിയത്തി ഉൽഹിയത്തിൽ ഏറ്റവും നല്ലത് അൽ കബ്സുൽ അഖ്റനു കൊമ്പുള്ളതായ കൂറ്റനാടാണ്. റവാഹു അബൂ ദാവൂദ റവാഹു തിർമിദി ഇബ്നു മാജ നബി ഉമാമ അബൂ ഉമാമ റളിയല്ലാഹു തൊട്ടാണ് ഇബ്നു മാജ തിർമിദി റിപ്പോർട്ട് ചെയ്തത്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ഖത്ല ഉഹദിൻ ഉഹദിൽ
വധിക്കപ്പെട്ടതായിരിക്കുന്ന സ്വഹാബത്തിനെ കൊണ്ട് മുത്തനബി കൽപ്പിച്ചു. അഥവായത് അയ്യുൻസാൻഹുമുൽ ഹദീദു വൽ ജുലൂദ്, അവിടെ ശരീരത്തിൽ അണിയപ്പെട്ടിരിക്കുന്നതായ ഇരുമ്പിൻ്റെതായ അങ്കികളുണ്ട്, മൃഗത്തിൻ്റെ തോലുകളുടെ വസ്ത്രമുണ്ട്, അതൊക്കെ ഊരിയെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. വായുതു ഫനൂബിമാഹിം വധിയാവിഹിം, അവരുടെ ശരീരത്തിലുള്ള രക്തത്തോടുകൂടെയും അവരുടെ അണിഞ്ഞിരുന്നതായ സാധാ വസ്ത്രമില്ലേ ആ വസ്ത്രത്തോടുകൂടെയും അവരെ കഫൻ ചെയ്യുവാ മറമാടപ്പെടാനും കൽപ്പിച്ചു. റവാഹു അബൂ ദാവൂദ വബ്നു മാജ. അൽ ഫസ്ലു സാലിസു അൻ നബി അൻ സഅദ് ഇബ്നു ഇബ്രാഹിം അൻ നബിഹി, ഇബ്രാഹിം എന്നവരെ തൊട്ട് സഅദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യാൻ അന്ന അബ്ദുല്ലാഹ് ഇബ്നു ഔഫ്, ബഹുമാനപ്പെട്ട ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉതിയ ബി തുആം, അദ്ദേഹത്തിനിക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു. വകാന സായിമ, അദ്ദേഹം വന്ന് നോമ്പ് നോറ്റിരുന്നു. ഫഖാല, മഹാന് പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ, പ്രിയപ്പെട്ട മുസ്അബ് കൊല്ലപ്പെട്ടുവല്ലോ. വഹുവ ഖൈറും മിന്നീ, ഈ മുസ്അബ് എന്ന ചെറുപ്പക്കാരൻ നമ്മളെക്കാളൊക്കെ എത്രയോ നല്ല മനുഷ്യനാണ്. അങ്ങനെയാണല്ലോ ചിന്തിക്കുക. സംഗതി അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ആളാണ് റളിയല്ലാഹു. പക്ഷെ മൂപ്പര കൽബില ശുദ്ധിയാണ് മൂപ്പര പറഞ്ഞത്. നമ്മളേലൊക്കെ അത്ര നല്ല മനുഷ്യനായിരുന്നു മുസ്അബ്. ആ മുസ്അബ് കൊല്ലപ്പെട്ടു. കുഫിന ഫീ ബുർദ, എന്നിട്ട് ഒരു കരിമ്പടത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്യപ്പെട്ടു. ഇൻ ഹുത്തിയ റസുഹു ബദത് റിജ്ലാഹു, തല മൂടപ്പെട്ടാൽ കാല് വെളിവാകും. വൈദാ ഹുത്തിയ റിജ്ലാഹു ബദാ റസുഹു, കാല് മൂടപ്പെട്ടാൽ തല വെളിവാകുന്നതാണ്. പൗറാഹു കാല ഖുതില ഹംസത്തു, എൻ്റെ അഭിപ്രായം ഈ അബ്ദുറഹ്മാൻ റളിയല്ലാഹു ഇങ്ങനെയും പറഞ്ഞു എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മുത്തനബിൻ്റെതായ അമ്മ കൊല്ലപ്പെട്ടു. വഹുവ ഖൈറും മിന്നി, മൂപ്പരൊക്കെ നമ്മളെക്കാളൊക്കെ അത്ര നല്ല മനുഷ്യനാണ്. സുമ്മ ബുസിത ലനാ മിനദ് ദുനിയാ, പിന്നെ ദുനിയാവിൽ നിന്ന് നമുക്ക് വിശാലമായി നൽകപ്പെട്ടു പോയി. മാ ബുസിത, ഈ വിശാലമാക്കപ്പെട്ടതൊക്കെയും. ഔകാല റസൂലുള്ളാഹി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ബഹുമാനോട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഉഅ്തീന മിനദ് ദുനിയാ മാ ഉഅ്തീന, ദുനിയാവിൽ നിന്ന് നൽകപ്പെട്ട ആഡംബരങ്ങളും സുഖങ്ങളും മുഴുവനും പിന്നീട് നമുക്ക് നൽകപ്പെട്ടു പോയി. എന്നാൽ ബഹുമാനപ്പെട്ട മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുന്ന കാലത്ത് ശരീരം മുഴുവൻ മറക്കാൻ പറ്റുന്ന തുണി പോലും ഇല്ലായിരുന്നില്ലല്ലോ. വഖദ് ഹസീന, നിശ്ചയം നമ്മൾ പേടിക്കുന്നു, അല്ലാഹുവാണേ സത്യം, അന്തകൂന ഹസനാത്തുന, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ ആയിപ്പോയോ എന്ന്. വിജ്ജിലത്തിലനാ, ദുന്യാവിൽ നിന്ന് തന്നെ നിര്യായി നൽകപ്പെട്ടു പോയോ. നമ്മൾ ദുന്യാവിലും അല്ല അമൽ ചെയ്തിനെങ്കിൽ അതിൻ്റെ കൂലിൻ്റെ സുഖമൊക്കെ ഇവിടെ നിന്ന് കിട്ടിപ്പോയോ, ദുന്യാവിൽ തന്നെ നൽകപ്പെട്ടു പോയോ എന്ന് നമ്മൾ പേടിക്കുന്നു. സുമ്മജാല, ഇത് പറഞ്ഞുകാണ്ട് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങി, യബ്കി, കരയാൻ തുടങ്ങി. വതർക്കു അൻ മഅദി ശുറൂഇ വാജബ, ശുറൂഇൻ്റെ ഫീലിൻ്റെ ഖബറിൽ എന്തുണ്ടാകാൻ പാടില്ല, അന്നുണ്ടാകാൻ പാടില്ല. ജാല, തുടങ്ങി, യബ്കി, കണ്ടോ, കരയാൻ തുടങ്ങി. ഏതുണ്ടാവില്ല, അന്ന് ഉണ്ടാവില്ല. ഇത് നമ്മളെ വിഷയം ഇതൊന്നും അല്ല കേട്ടോ. ഹത്താ തുറക്കത്വം, അങ്ങനെ മഹാനർ എന്ത് ചെയ്തു അറിയോ, ഭക്ഷണം ഉപേക്ഷിച്ചു. നോമ്പ് തുറക്കണ നേരത്ത് മൂപ്പര് തിന്നാൻ കഴിയണില്ല. ഏതാലോചിച്ചു പോയി, കഴിഞ്ഞു പോയ സഹാബത്തിലുണ്ടായിരുന്ന വിഷമൊക്കെ മൂപ്പരങ്ങോട്ട് മനസ്സിങ്ങോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ മൂപ്പർക്ക് ഇതാണ് തിന്നിട്ട് മനസ്സിലും കിട്ടേ ഇതേക്ക് ഇറങ്ങിയിട്ട് മൂപ്പര് കഴിയില്ല, തിന്നാൻ കഴിയണില്ല. മൂപ്പര് ഭക്ഷണം വേണ്ട അച്ചു കരഞ്ഞിട്ട്. റവാഹുൽ ബുഖാരിയു വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിൻ്റെ അടുക്കൽ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ബഅദമാ ഉദ്ഖില ഹിഫ്റതഹു, ഖബറിലേക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം. പിന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിലേക്ക് ഇറക്കപ്പെട്ടതിന് ശേഷം മുത്തനബി അവിടെ വന്നത്. ഫാമറ ബിഹി, ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ കൽപ്പിച്ചു. ഇങ്ങോട്ട് എടുക്കുക, മയ്യത്ത് ഇങ്ങോട്ട് എടുക്കുക, ഇങ്ങോട്ട് എടുത്തു. ഫൗഹ്രിജ, എന്നിട്ട് മയ്യത്തിന് വെളിയിലേക്ക് എടുക്കപ്പെട്ടു. ഫവളഹു,
നബിതങ്ങൾ ആ മയ്യത്തിനെ വെച്ചു അലാ റുക്ബത്തിഹി, നബിതങ്ങളുടെ മുട്ടുംകാലിൻ്റെ മേലിൽ വെച്ചു. ഫനഫസ ഫീഹി, ആ കഹമ്പുടയിലേക്കൊന്ന് മന്ത്രിച്ചൂതി. മിൻ റൂഖിഹി, തങ്ങളുടെ തുപ്പുനീര് ചേർത്തിയിട്ടൊന്ന് മന്ത്രിച്ചൂതി. വൽബസഹു കമീസഹു, എന്നിട്ട് മുത്തനബിൻ്റെ മേലെ ധരിച്ചിരുന്നൊരു ഷർട്ടുണ്ടായിരുന്നു, അതങ്ങ് ധരിപ്പിച്ചു. പിന്നെ വക്കാന, ഈ അബ്ദുല്ലാഹിബ്നു നബി റളിയല്ലാഹു അൻഹു ആയിരുന്നു കസാ, ഏതാണ്, അബാസൻ കമീസ അല്ലേ, കസാ ധരിപ്പിച്ചിരുന്നു. പിന്നെ അബാസൻ കമീസ അല്ലേ, ഒരു കമീസായ അത് അബ്ബാസിനെ ധരിപ്പിച്ചിരുന്നു, അഥവാ ഒരു നീളം കുപ്പായത്തിനെ ധരിപ്പിച്ചിരുന്നു. അപ്പോൾ പിന്നെ മുത്തഫഖുന്നലൈഹി, അപ്പോൾ അത് ആ കുപ്പായം മൂപ്പരിക്കനെ ധരിപ്പിച്ചു. മനസ്സിലായില്ലേ? ബദറിൽ പിന്നെ അസ്ർ ചെയ്യപ്പെട്ടപ്പോഴേ അപ്പം റസൂലുള്ള എന്ത് ചെയ്തു, വസ്ത്രം അയച്ച് കാണ്ടായിരുന്നു പിന്നെ മന്ത്രിച്ചൊക്കെ ഊതിയൊക്കെ ചെയ്ത് കാണ്ട് വാൽബസഹു കമീസഹു, നബിതങ്ങളുടെ മേത്തുണ്ടായിരുന്ന കമീസിനെ ഈ അബ്ദുല്ലാഹിബ്നു ഉബൈ റളിയല്ലാഹു അൻഹു അങ്ങ് ധരിപ്പിച്ചു. വക്കാല കാല വക്കാന, ഈ അബ്ദുള്ളയായിരുന്നു ഖസ അബ്ബാസൻ, തൻ്റെ പിതൃവിനാവുന്ന അബ്ബാസിനിക്ക് ധരിപ്പിച്ചിരുന്നു. കമീസ, അവർ നീളം കുപ്പായം ചെയ്തിരുന്നു, ധരിപ്പിച്ചിരുന്നു. തൻ്റെ പിതൃവിനാവുന്ന അബ്ബാസ് എന്നവർ ബദറിൽ തടഞ്ഞേക്കപ്പെട്ടപ്പോൾ ഒരു വസ്ത്രമല്ലാതെ കുടുങ്ങിയ നേരത്ത് ഈ അബ്ദുല്ലാഹിബ്നു ഉബൈ ആയിരുന്നു അദ്ദേഹം വസ്ത്രം ധരിപ്പിച്ചിരുന്നത്. രണ്ടെണ്ണം ഉണ്ടായതുകൊണ്ട് ഒന്ന് ധരിപ്പിച്ചാന്ന് അങ്ങനെയും പറയുന്നത്, അല്ല ഉള്ളത് ധരിപ്പിച്ചേക്കാന്ന് അങ്ങനെയും പറയുന്നത്. ഏതാണെങ്കിലും ശരി, ധരിപ്പിച്ചിരുന്നു. അപ്പം അതിന് പ്രത്യുപകാരം നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, കബറിന് എടുത്തുകാണ്ട് വസ്ത്രം, മേത്തിലുള്ള വസ്ത്രം ഇട്ട് ധരിപ്പിച്ചുകാണ്ട് കൊണ്ടുവന്നു. മുത്തഫഖുൻ അലൈഹി.